നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, വളരെ നാടകീയമായ ചില സംഭവങ്ങളാണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് നടന്നത്. ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കത്തിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു. അതും തന്ത്രിയെ തന്നെ പൊക്കിയിരിക്കുകയാണ്. ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അതിനുശേഷം അറസ്റ്റും രേഖപ്പെടുത്തി. ഇതുവരെയും തന്ത്രിക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു കണിക പോലും കൊടുക്കാതെ വളരെ വിദഗ്ധമായി തന്നെയാണ് തന്ത്രം ഉപയോഗിച്ചാണ് ഈ തന്ത്രിയെ പൂട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്ത്രിയെ SIT ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു, ഈ മാധ്യമങ്ങളൊക്കെ ചുറ്റുമുണ്ട്, എനിക്കപ്പോൾ പരസ്യമായി പകൽ സമയങ്ങളിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്താനൊരു മടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ തന്ത്രപൂർവ്വം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു, വെളുപ്പിന് 4 മണിക്ക് ഞങ്ങളവിടെ കാണും. അപ്പോൾ വെളുപ്പംകാലം 4 മണിക്ക് വളരെ സേഫാണ്, മാധ്യമങ്ങളുടെ ഒന്നും ശ്രദ്ധയില്ല, വളരെ സുരക്ഷിതമായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ഭയമൊന്നും കൂടാതെ തന്ത്രി കണ്ഠരര് രാജീവർ തൻ്റെ സഹായി ഒരു നാരായണ നമ്പൂതിരിയുണ്ട്, അയാളെ കൂട്ടി രാവിലെ 4 മണിക്ക് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വന്നു. ചോദ്യം ചെയ്യലിനായി മുറിയിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു, സഹായി ഒന്നും ഇവിടെ പറ്റില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് കയറണം എന്ന് പറഞ്ഞു. അപ്പോഴും രാജീവർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായില്ല. നേരെ അകത്തേക്ക് ചെല്ലുന്നു. ഉദ്യോഗസ്ഥർ ആദ്യ ചോദ്യാവലിയൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തുന്നു. പക്ഷേ പെട്ടെന്ന് H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവി കടന്നു വരുന്നു. അപ്പോൾ കാര്യങ്ങൾ പന്തിയല്ല എന്ന് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് നമുക്കറിയാം, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ. ഒടുവിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായി എന്ന വാർത്ത. കേരളം വലിയ നടുക്കത്തോടെയാണ് ആ വാർത്ത കേട്ടത്. തന്ത്രി കണ്ഠരര് രാജീവർ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുമ്പോൾ വലിയ ചോദ്യങ്ങൾ ഉയരുന്നു. 2018 അന്ന് യുവതീ പ്രവേശന സമയത്ത് ശബരിമലയിലെ തന്ത്രിയായിരുന്നത് തന്ത്രി കണ്ഠരര് മോഹനരാണ്. പിന്നീട് 2019 ഈ തന്ത്രി രാജീവർ വരുന്നു. ഓരോ വർഷം ഇടവിട്ട് തന്ത്രി കണ്ഠരര് മോഹനർക്കും തന്ത്രി കണ്ഠരര് രാജീവർക്കുമാണ് ശബരിമലയിലെ താന്ത്രിക ചുമതല. ഏറെ രസകരമെന്ന് പറയുന്നത് 2018 വരെ ഈ കണ്ഠരര് മോഹനർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. 2006 ജൂലൈ 23 ഒരു വിവാദപരമായൊരു സംഭവം ഉണ്ടായി. കേസ് കൊച്ചിയിലെ ശോഭാ ജോൺ എന്ന് പറയുന്നൊരു കുപ്രസിദ്ധ കുറ്റവാളിയുണ്ട്, തിരുവനന്തപുരംകാരിയാണ്. അവരുടെ ഫ്ലാറ്റിൽ ഒരു രാത്രി ഈ കണ്ഠരര് മോഹനര് ചെന്ന് കയറുന്നു. ബച്ചു റഹ്മാൻ എന്ന് അറിയപ്പെടുന്ന മറ്റൊരു അധോലോക കഥാപാത്രം കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തുന്നു. ശോഭാ ജോണും ബച്ചു റഹ്മാനും ചേർന്ന് ഈ തന്ത്രി കണ്ഠരര് രാജീവരെ അവിടെ ഇട്ട് പൂട്ടുന്നു. ഇയാളുടെ തുണി അഴിച്ച് അവിടെ നിന്നൊരു സ്ത്രീക്കൊപ്പം നിർത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇയാളുടെ കയ്യിൽ ദേഹത്തുണ്ടായിരുന്ന 27.5 പവൻ സ്വർണം അവരപ്പോൾ തന്നെ പിടിച്ചെടുത്തു. ഒരു മൊബൈലിൽ 20,000 രൂപ. ഈ ഫോട്ടോ മാധ്യമങ്ങൾക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ 30 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ആ തുകയുടെ അളവ് പിന്നീട് കൂടി. പിന്നീട് ഇതൊരു പരാതിയായി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. ശോഭാ ജോണും ബച്ചു റഹ്മാനും ഒക്കെ അറസ്റ്റിലായി. അതൊരു ഹണി ട്രാപ്പായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ 2006 കണ്ഠരര് മോഹനരെ ശബരിമലയിൽ നിന്ന് വിലക്കി, താന്ത്രിക ജോലികൾ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ദേവസ്വം ബോർഡ് തീർത്ത് പറഞ്ഞു. അന്ന് നമുക്കറിയാം, EMSൻ്റെ മരുമകൻ CK ഗുപ്തനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. അദ്ദേഹം വളരെ കർക്കശക്കാരനായ കണിശതയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. CK ഗുപ്തൻ്റെ അടുത്ത് ഒരു വെളച്ചിലും വിലപ്പോകില്ല. CK ഗുപ്തൻ കട്ടയ്ക്ക് നിലപാടെടുത്തു. വഴുതക്കാടാണ് CK ഗുപ്തൻ്റെ വീട്. ഒരു ദിവസം CK ഗുപ്തൻ്റെ വീട്ടിൽ കണ്ഠരര് മഹേശ്വര്, ഈ മോഹനരുടെ അപ്പൻ മഹേശ്വരൻ, മോഹനരുടെ ഭാര്യ ചെല്ലുന്നു. അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കരച്ചിൽ, ബഹളം. ഇതൊരു ദൈവ നിശ്ചയമാണ്, താൻ ശബരിമലയിൽ താന്ത്രിക ജോലി ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. പക്ഷേ എല്ലാറ്റിനും ഒടുവിൽ തന്നെ തിരികെ ഈ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചാൽ, ഈ താന്ത്രിക വിദ്യ തന്നെ ഏൽപ്പിച്ചാൽ 1 കോടി രൂപ നൽകാൻ. ഇത് 2006 ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം 1 കോടി രൂപയാണ് CK ഗുപ്തന് വാഗ്ദാനം ചെയ്യുന്നത്. CK ഗുപ്തൻ പൊട്ടിത്തെറിച്ച് ഇവരെ ഇറക്കി വിട്ടു. പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞു, എനിക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന്. അങ്ങനെ നീണ്ട 12 വർഷം കണ്ഠരര് മഹേശ്വര് പുറത്തു നിന്നു. പിന്നീട് 2006 ഈ സംഭവം നടന്നു. 2018 തിരികെ ശബരിമല സന്നിധാനത്ത് താന്ത്രിക ചുമതല തിരികെ ലഭിക്കുന്നത്. പക്ഷെ അതിനിടയിൽ നമ്മൾ നടുങ്ങുന്ന ഒട്ടനവധി പരാതികൾ ഇയാൾക്കെതിരെ കണ്ടു. കണ്ഠരര് മഹേശ്വരരുടെ ഭാര്യ, മോഹനരുടെ അമ്മ ദേവകി അന്തർജനം ഈ കണ്ഠരര് മഹേശ്വരരുടെ മരണത്തിന് ശേഷം ഒരു പരാതി നൽകുന്നു. അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ഒരു 41 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തു. ഒരു ഇന്നോവ കാർ അമ്മയുടെ പേരിലുള്ളതാണ്, അത് ഇയാൾ തട്ടിയെടുത്തു. സ്വന്തം അമ്മയുടെ പേരിലുണ്ടായിരുന്ന ഭൂമിയിൽ അച്ഛനെ സംസ്കരിക്കണമെന്നായിരുന്നു, അവിടെ വെച്ച് അതിൻ്റെ കർമ്മം ചെയ്യണമെന്നായിരുന്നു ദേവകി അന്തർജനത്തിൻ്റെ വലിയ ആഗ്രഹം. പക്ഷെ അതിന് ഇയാൾ അനുവദിച്ചില്ല. ആ ഭൂമി തട്ടിയെടുത്തു. അങ്ങനെ സ്വന്തം അമ്മ തന്നെ ഹൈക്കോടതിയിൽ മകനെതിരെ, കണ്ഠരര് മോഹനർക്കെതിരെ പരാതിയുമായി ചെല്ലുന്നു. ആ പരാതിയിൽ പറഞ്ഞത് ഇയാൾ വലിയ
പണത്തോട് ആർത്തിയുള്ളവനെന്ന് സ്വന്തം അമ്മയാണ്. അപ്പോൾ ഇത്രയേറെ ആക്ഷേപങ്ങൾ കേട്ട ഒരു കഥാപാത്രമാണ് കണ്ഠര് മോഹനര്. ഈ കണ്ഠര് മോഹനര് മറ്റൊരു വലിയ വിവാദം ഇടക്കാലത്ത് നമ്മൾ കേട്ടു. കന്നഡ നടി ഒരു ജയമാല, കന്നഡ നടി ജയമാല ഒരിക്കൽ വെളിപ്പെടുത്തിയത് അവർ ശബരിമല സന്നിധാനത്തെത്തുകയും അകത്ത് കയറി വിഗ്രഹത്തിൽ തൊട്ടിട്ടുണ്ട് എന്നാണ്. അത് വലിയ വിവാദമായി അക്കാലത്ത്. അന്ന് ദേവസ്വം ബോർഡിൻ്റെ റിക്വസ്റ്റിനെ തുടർന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനെ ഇതിൻ്റെ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചു. KS പരിപൂർണൻ കമ്മീഷൻ. അന്ന് 2 ജസ്റ്റിസുമാരായി ഉണ്ടായിരുന്നു. ഒന്ന് BM തുളസീദാസും പരിപൂർണനും. ജസ്റ്റിസ് പരിപൂർണനും BM തുളസീദാസും വന്ന് ഈ കണ്ഠര് മോഹനരെ വിളിച്ചു വരുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതാണ് ഏറ്റവും വിചിത്രമായ ഒരു സംഭവം. താന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള അറിവ് പരിശോധിക്കുകയായിരുന്നു. സംസ്കൃതം അറിയാമോ എന്ന ചോദ്യത്തിന് സംസ്കൃതം അറിയില്ല എന്നാണ് കണ്ഠര് മോഹനര് പറഞ്ഞത്. സംസ്കൃതം അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ താന്ത്രിക ചുമതലയൊക്കെ അവിടെ നിർവഹിക്കുന്നു എന്ന ചോദ്യത്തിന് മോഹനർക്ക് ഉത്തരമില്ല. പിന്നീട് തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാവോ എന്ന് ചോദിച്ചു. തന്ത്രങ്ങളും മന്ത്രങ്ങളും പറഞ്ഞു തരണമെന്ന് ജസ്റ്റിസ് പരിപൂർണൻ പറഞ്ഞപ്പോൾ ഇയാൾക്ക് തന്ത്രവും അറിയില്ല, മന്ത്രവും അറിയില്ല. ഇയാൾ പറയുന്നത് ഞങ്ങൾ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന മന്ത്രങ്ങളാണ് അവിടെ ഉരുവിടുന്നത്. അപ്പോൾ അന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ ഒരു കമൻ്റുണ്ട്, അത് വളരെ വിഖ്യാതമായിരുന്നു. അച്ഛൻ ആനപ്പുറത്തിരുന്ന് തഴമ്പുണ്ടായാലത് മകന് കിട്ടണമെന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. പിന്നീട് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ മറ്റൊരു ചോദ്യം, ഭാഗ്യസൂക്തം അറിയാവോ? അപ്പോൾ ഭാഗ്യസൂക്തം എന്താണെന്ന് പോലും അറിയില്ല. ഭാഗ്യസൂക്തം അറിയില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഗണപതി ഹോമം നടത്തുമെന്നൊരു ചോദ്യം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഇനി ശബരിമല തന്ത്രിയെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ചോദ്യം അവസാനിപ്പിക്കുകയാണ് അന്ന് കമ്മീഷൻ ചെയ്തത്. ഇതൊക്കെ അക്കാലത്ത് വലിയ വിവാദങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു തന്ത്രി കണ്ഠര് മോഹനര്. അപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ, ഇദ്ദേഹത്തിന് ഉറ്റ ബന്ധുവാണല്ലോ കണ്ഠര് രാജീവരെങ്കിലും നന്നായിരിക്കുമെന്നാണ്. മോഹനർക്ക് 2018 അവിടെ ഈ തന്ത്രിയായി സ്ഥാനക്കയറ്റം തിരികെ ലഭിക്കുമ്പോൾ അതിന് പിന്നിൽ ഇപ്പോൾ ഒട്ടനവധി ദുരൂഹതകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും സ്വാധീന ശക്തിയായ ഒരു വ്യക്തിയെ അവിടെ ഒരു അവതാരമായി പിറവിയെടുക്കുന്നത്. തൊട്ടപ്പുറത്ത് കണ്ഠര് രാജീവർ നിൽക്കുന്നു. കണ്ഠര് രാജീവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ആദ്യം ഈ കെണിയിൽ വീണിരിക്കുന്നത് തന്ത്രി കണ്ഠര് രാജീവരാണ്. പക്ഷെ അതിലപ്പുറം കണ്ഠര് മോഹനരെ സംബന്ധിച്ച ഒട്ടനവധി വിവാദങ്ങൾ, ശബരിമലയിലെ ഈ പവിത്രമായ ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന ചുമതല വഹിക്കാൻ ഇവരൊക്കെ അർഹരാണോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും. ഇതേ കണ്ഠര് മോഹനര് 2018 നമുക്കറിയാം, അന്ന് രാഹുൽ ഈശ്വറിനെ തള്ളിപ്പറഞ്ഞു. അതെ, മാധ്യമങ്ങൾക്ക് മുന്നിൽ താഴ്വൺ കുടുംബത്തിനെ പറ്റിയ ഒരു അബദ്ധം എന്ന നിലയിലാണെന്ന് രാഹുൽ ഈശ്വറിനെ അയാൾ വിശേഷിപ്പിച്ചത്. കണ്ഠര് മോഹനരുടെ സഹോദരിയാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ അമ്മ. ഒരിക്കൽ ഈ താഴ്വൺ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വിവാഹം ചെയ്ത് അയച്ചാൽ പിന്നീട് കുടുംബത്തിൻ്റെ യാതൊരു അവകാശവും ലഭിക്കില്ല എന്ന ന്യായമാണ് അവിടെ കണ്ഠര് മോഹനര് ഉയർത്തിയത്. അപ്പോൾ ഇങ്ങനെ വിവാഹം ചെയ്ത് അയക്കുന്ന ഈ സ്ത്രീകളുടെ മക്കളും അവരുടെ ബന്ധുക്കളുമൊക്കെ വീണ്ടും തന്ത്രസ്ഥാനം ആവശ്യപ്പെട്ട് ശബരിമലയിലേക്ക് വരുമോ എന്ന ഭയമാണ് ഈ തന്ത്രസ്ഥാനത്തിരിക്കുന്നവർക്കുള്ളത്. അവിടെ വന്നു വീഴുന്ന കാണിക്ക, ഈ തന്ത്രിമാർക്ക് കിട്ടുന്ന പണം, അതിലേക്കാണ് ഇവരുടെയൊക്കെ ഒരു മുഖ്യ കണ്ണ്. ഏകദേശം 1000-ലധികം അമ്പലങ്ങളുടെ ഒരു പൂജാ ചുമതലയുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്നത്, കണ്ഠര് രാജീവരെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലെ പൂജാതി ചുമതലകൾ, അപ്പോൾ കോടാനുകൂടിയാണ് വരുമാനം. എന്നിട്ട് പണത്തോടുള്ള ആർത്തി അത് അവസാനിക്കുന്നില്ല. എല്ലാറ്റിനും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമല അയ്യപ്പനെ തൂക്കി വിറ്റ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ആ കൊടും കള്ളനെ ശബരിമലയുടെ കാവലേൽപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് വാഴിച്ചരുളിച്ചത് ഇതേ തന്ത്രി കണ്ഠര് രാജീവരാണെന്ന്. കാരണം നമ്മൾ നേരത്തെ കേട്ടു, കർണാടകയിലെ ഒരു അമ്പലത്തിൽ, ഒരു ക്ഷേത്രത്തിൽ ഈ കണ്ഠര് രാജീവരുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. പിന്നീടാണ് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രാജീവരുടെ വലിയ സഹായിയായിരുന്നു. കാരണം കണ്ഠര് രാജീവരുടെ പല ഇടപാടുകളും നടത്തി കൊടുക്കുന്നതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നതിന് പിന്നിൽ കണ്ഠര് രാജീവരെ കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് SIT ഇന്ന് ചില നിഗമനങ്ങളിലെത്തി. അതാണ് ഈ രാജീവർ കൊടുക്കാനുള്ള മുഖ്യ കാരണം. SITയുടെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. ഇന്ന് രാവിലെ 4 മണിക്ക് പുലർകാലത്ത്, അതൊരു സമയം കൊണ്ടും വളരെ പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് മണ്ഡലകാലമാണ് ശബരിമലയിൽ. ആ മണ്ഡലകാലത്ത് ശബരിമലയിലെ തന്ത്രി അറസ്റ്റിലായി അഴിക്കുള്ളിൽ കിടക്കുന്ന ഒരു കാഴ്ച, അത് അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കുമെന്നുറപ്പാണ്. പക്ഷേ ഇതൊരു ശാശ്വതമായ നീതിയുടെ പൊൻവെളിച്ചമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.
മറുവശത്ത് തന്ത്രിയെ കുടുക്കി ഏതെങ്കിലുമൊക്കെ വമ്പന്മാരെ രക്ഷിക്കാനുള്ള അണിയറ നീക്കങ്ങളുണ്ടോ? ആ ഒരു വിഷയം ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പിഴവിനെ ചൊല്ലി തന്ത്രിയെ കൊടുക്കാനുള്ളൊരു നീക്കമാണോ നടത്തുന്നതെന്നൊരു സംശയം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ദൈവഹിതം നോക്കുക, ദൈവഹിതത്തിന് അനുമതി നൽകുക, ദൈവഹിതം ദേവസ്വം ബോർഡിന് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് ദേവപ്രശ്നം, ദൈവഹിതം, ഇതൊക്കെയാണ് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമെന്നാണ് കണ്ഠര് മോഹനരും കണ്ഠര് രാജീവരും പറയുന്നത്. പക്ഷേ SIT പറയുന്നത് മറ്റൊന്നാണ്. തന്ത്രിയുടെ അനുമതിയില്ലാതെ ശബരിമല ശ്രീകോവിലിൽ നിന്ന് ഒരു അമൂല്യ വസ്തുക്കളും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവർ ദേവപ്രശ്നം നോക്കി അനുമതി നൽകണം. ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് തന്ത്രി അനുമതി കൊടുത്തതിൻ്റെ രേഖകൾ, കുറിപ്പ് SITയുടെ കൈവശമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ, ശബരിമലയിലെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ, ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴികൾ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിൽ അടപടലം തന്ത്രിപ്പെട്ടു. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് എന്ന് തെളിയിക്കാൻ എളുപ്പത്തിൽ SITക്ക് കഴിഞ്ഞു. രണ്ട്, തന്ത്രി തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പ്. അത് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയാണ്. 2018 നമുക്കറിയാം മോഹനരുടെ കാലമായി. 2019 ഈ കൊള്ള നടക്കുന്നത്, രാജീവരുടെ കാലമാണ്. പിന്നീട് 2020 മോഹനർ തിരികെ വരുന്നത്. ഈ 2019 ഈ കൊള്ള നടക്കുമ്പോൾ രാജീവരെ സംബന്ധിച്ച് മറ്റു ചില പ്രത്യേകതകളുണ്ട്. 1998 വിജയമല്യ സ്വർണം പൊതിയുമ്പോൾ അവിടുത്തെ മുഖ്യ തന്ത്രി എന്ന് പറയുന്ന കണ്ഠര് മഹേശ്വരർ, അന്ന് മഹേശ്വരരുടെ സഹായിയായിരുന്നു രാജീവർ. അന്ന് മുതലേ ശബരിമലയിലെ ഈ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച്, സ്വർണം പൊതിഞ്ഞ വിശദാംശങ്ങളെക്കുറിച്ച് ഏറ്റവും നിശ്ചയമുള്ള താഴ്വൺ കുടുംബത്തിലെ അംഗമാണ് കണ്ഠര് രാജീവർ. ഈ കണ്ഠര് രാജീവർ അന്ന് മഹേശ്വരർക്കും വലിയ കാര്യമായിരുന്നു. മഹേശ്വരർ കേരളത്തിൽ തന്നെ ഏറെ ആദരവ് വാങ്ങിയ ഒരു താഴ്വൺ കുടുംബാംഗമാണ്. മുഖ്യ തന്ത്രി വിദേശത്തുമൊക്കെ അന്ന് മുഖ്യ തന്ത്രി കണ്ഠര് മഹേശ്വർ വരുന്നത് പോലും ഒരു ദൈവിക സ്പർശമുള്ള ഒരു അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. അവിടെ നിന്നാണ് ഇത്തരം കൊടും കള്ളന്മാരും കൊടും വിവാദ നായകന്മാരുമൊക്കെ ശബരിമല തന്ത്രിയായി മാറുന്നത്. ഇവിടെ 2019 സ്വർണം പൊതിഞ്ഞ എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടില്ല കുറിപ്പിൽ. അതാണ് SIT മുഖ്യമായി രാജീവർക്കെതിരെ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഈ നിർണായകമായ അറസ്റ്റിലേക്ക് നയിച്ചത് ഈ പറയുന്ന ജീവനക്കാരുടെ മൊഴിയാണെന്ന് പറയുന്നു, പ്രതികളുടെ മൊഴിയാണെന്ന് പറയുന്നു. അപ്പോഴും ദൈവതുല്യരായി കണ്ടത്, പത്മകുമാർ പറഞ്ഞൊരു കാര്യമാണ്, ദൈവതുല്യരായി കണ്ടത് ഈ തന്ത്രിയെ തന്നെ ആയിരുന്നു അന്ന് ഉദ്ദേശിച്ചത്. മന്ത്രിയോ തന്ത്രിയോ എന്ന ചോദ്യമാണ് വരുന്നത്. പത്മകുമാറിൻ്റെ മൊഴി തന്നെയല്ലേ ഇതിൽ നിർണായകമായൊരു കട്ടയ്ക്കുള്ള മൊഴിയാണ് പത്മകുമാർ തന്ത്രിക്കെതിരെ കൊടുത്തത്. അതാണ് ഏറ്റവും നിർണായകമാകുന്നത്. പത്മകുമാർ ദൈവതുല്യർ എന്ന് പറഞ്ഞത് തന്ത്രിയെക്കുറിച്ച് തന്നെയാണ് എന്ന് SIT ഉറപ്പിക്കുന്നു. രണ്ട്, തന്ത്രിയുടെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് പോകില്ല എന്ന് പത്മകുമാർ തീർത്തു പറഞ്ഞു. ദേവസ്വം ബോർഡിന് പരിമിതിയുണ്ട്. ദേവസ്വം ബോർഡിന് ശബരിമല ശ്രീകോവിലിന് ഭരണപരമായ അവകാശങ്ങളുണ്ടെങ്കിലും അവിടുത്തെ ഇത്തരം അമൂല്യ വസ്തുക്കളുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തന്ത്രിയാണ്. അപ്പോൾ തന്ത്രിയുടെ അനുമതിയില്ലാതെ ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഭരണപരമായ അവകാശം തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിനുണ്ട്. അപ്പോൾ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചാണ് ഈ കൊള്ളയ്ക്ക് കരുക്കൾ നീക്കിയതെന്ന കൃത്യമായ കണ്ടെത്തലാണ് ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായ വശം. നമ്മൾ ആദ്യം കണ്ഠര് മോഹനരെക്കുറിച്ച് ഇത്രയേറെ പഴയ കഥകൾ പറയാനുള്ളൊരു കാരണം, ഇങ്ങനെയും ചില കഥകളുണ്ട് ഇവരെ സംബന്ധിച്ച്, ഇങ്ങനെയും ചില സംഭവങ്ങളുണ്ട് ഇവർക്ക് പിന്നിൽ. അപ്പോൾ ഇവരാരും പരിശുദ്ധരല്ല, ഇവർക്കൊക്കെ മാനുഷികമായ പിഴവുകൾ സംഭവിക്കാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കണ്ഠര് രാജീവരിലേക്ക് തിരിയുമ്പോൾ തന്ത്രിയെ കുടുക്കി നമ്മൾ ചില വമ്പന്മാരെ രക്ഷപ്പെടുത്താനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി നമുക്ക് പോലും സംശയം തോന്നാം. കാരണം തന്ത്രിയും മന്ത്രിയും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു. അപ്പോൾ തന്ത്രിയെ മാത്രം കുടുക്കി മന്ത്രിയെ രക്ഷപ്പെടുത്തലാണോ ഒരു വശത്തുള്ള സംശയം. സുപ്രീം കോടതി പോലും ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ ഒരു ശങ്കർദാസ് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടാതെ ആശുപത്രിക്കുള്ളിൽ കിടക്കുന്നു. ശങ്കർദാസ് പക്ഷാഘാതം വന്ന് തളർന്ന നിലയിലാണ് കിടക്കുന്നത്, വെന്റിലേറ്ററിന് സഹായമൊക്കെ വേണ്ടി വരുന്നു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നു. അതൊക്കെ സത്യമാണോ നമുക്കറിയില്ല. അറസ്റ്റ് ഭയന്നുള്ള ഒരു നാടകമാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്ന് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നമുക്കത് വിശ്വസിക്കാം. ഒന്നുകിൽ ഇരുമ്പഴിക്കുള്ളിൽ അല്ലെങ്കിൽ അത്യാഹിത വാർഡിൽ. അതാണിപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വിധി. ഡോക്ടർ ജയശ്രീ നമ്മൾ കേട്ടു, ശബരിമലയിലെ നേരത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ ഒരു ഗതി. അവരും അത്യന്തം ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന പത്മകുമാറിന് പലപ്പോഴും ബോധമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിച്ചും പേയും പറയുന്ന അവസ്ഥ.
അപ്പോൾ ഒന്നുകിൽ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കട്ടെ എന്ന് ഭഗവാൻ കരുതുന്നു, അല്ലെങ്കിൽ അത്യാഹിത വാർഡിലേക്ക് തള്ളിയിടപ്പെടുന്നു. ഒരു ശിക്ഷ ഉറപ്പാണ്. ശാപം കിട്ടിയ ഒരു തലത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രി ഇപ്പോൾ അറസ്റ്റിലാകുമ്പോൾ SIT ഇതിൽ കൂടുതൽ ജാഗ്രത കാണിക്കും. കാരണം വലിയ കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും ഒക്കെ SITക്ക് നേരിടേണ്ടി വരും ഇതിലൊരു പിഴവ് സംഭവിച്ചാൽ. പിന്നീട് ഒരു കാര്യം ഓർക്കേണ്ടത്, സർക്കാരിന് തീർച്ചയായിട്ടും SITയുടെ മേൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, ആഭ്യന്തര വകുപ്പ് അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ സുപ്രീം കോടതി ശരിവെച്ച, ഹൈക്കോടതി പറഞ്ഞ ചില നിരീക്ഷണങ്ങളുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ സത്യസന്ധരാണ്, അവരുടെ മേൽ അമിത സമ്മർദ്ദങ്ങളില്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയും, ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് ഈ ഉദ്യോഗസ്ഥരിൽ. ഇതൊക്കെ പറഞ്ഞത് കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ്. നിങ്ങൾ കാത്തിരിക്കൂ, ഇനിയും പല സംഭവങ്ങളും SITയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതിക്ക് കൃത്യമായി തന്ത്രി അറസ്റ്റിലാകുമെന്ന ഒരു നിശ്ചയമുണ്ടായിരുന്നു. ഹൈക്കോടതി കാര്യം തുറന്ന് കഴിഞ്ഞ സിറ്റിങ്ങിൽ പറയാത്തതാണ്. ഈ 19-ാം തീയതി അതിനിർണായകമാണ്. ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകേണ്ട ഒരു ദിവസമാണ്. ഈ 19-ന് മുൻപ് കേരളം നടുങ്ങുന്ന പല സംഭവങ്ങളും ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നു. അതിൻ്റെ തുടക്കമാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ്. നേരത്തെ വിജയകുമാർ അറസ്റ്റിലായിരുന്നു. ഇനിയും 2 വലിയ വമ്പൻ അറസ്റ്റുകൾ കൂടി ഉണ്ടാകുമെന്നാണ് അണിയറയിൽ നിന്ന് കേൾക്കുന്ന സൂചനകൾ. എന്തായാലും അത്യന്തം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ അന്വേഷണ സംഘം കടന്നു പോകുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ED സമാന്തരമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം CBIയുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP നേതാക്കളും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ SITക്ക് ഒരു പരിമിതിയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇതുവരെ ഉള്ളത് ശരിയായ ദിശയിലാണെന്ന് തെളിയിക്കുകയാണ് ഒന്നുകൂടി SIT ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിയാലും പിഴവില്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ നയതന്ത്ര ചാനൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കേസ് അട്ടിമറിച്ച ഒരു ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഇപ്പോൾ ED പുറത്താക്കി. ED അല്ല, കേന്ദ്ര സർക്കാർ പുറത്താക്കി. ഇത് കൃത്യമായൊരു സന്ദേശമാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷിക്കാൻ ED ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ഒരു സ്റ്റേറ്റിലെ ഭരണാധികാരികൾക്ക് വേണ്ടി എന്തെങ്കിലും അട്ടിമറികൾക്ക് നീക്കം നടത്തിയാൽ ഇത് തന്നെയാവും വിധി എന്ന് കേന്ദ്ര കൃത്യമായി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് അത്ര നിസ്സാരമല്ല. ഈ വമ്പന്മാർക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, അവരുടെ സ്വത്തുക്കളടക്കം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുകെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിശക്തമായൊരു പാരലൽ അന്വേഷണം നല്ലതാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലിറങ്ങി കളിക്കുന്നു. അത് സ്വാഭാവികമായി വലിയ ഒരു എൻഡിലെത്തും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഇനി വഴിയെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയിലെ ഉന്നതൻ ആര് എന്ന് ചോദിച്ചാൽ പൊതുവിൽ ജനങ്ങൾക്കൊക്കെ പറയാനുള്ളത് അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നുള്ളത് തന്ത്രിയാണ്. ആ തന്ത്രിയാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുൻ മന്ത്രിയും ഏറെ ആകുലതയിലായിരിക്കുമല്ലേ, ആശങ്കയിലായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും. കാരണം തന്ത്രിക്കും മന്ത്രിക്കും ഒരേപോലെ ബന്ധമുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ് ഈ പത്മകുമാർ. മന്ത്രിയിലൂടെയാണ് ദേവസ്വം ബോർഡിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്നുള്ളൊരു പത്മകുമാറിൻ്റെ മൊഴിയുണ്ട്. അപ്പോൾ 2 തന്ത്രിയും മന്ത്രിയും വലതും ഇടതും നിന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഒരു പത്മകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവതുല്യർ പുറത്തങ്ങനെ വിലസേണ്ട എന്ന് സ്വാഭാവികമായിട്ടും അവർ കരുതും. ഇനിയും പല മൊഴികളും പുറത്തേക്ക് വരും. ഭരണം മാറുമെന്നൊരു പ്രതീതി പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയം ഇവർക്ക് മൊഴി കൊടുക്കുന്നതിൽ കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഇനി പല അത്ഭുതങ്ങളും നമുക്ക് കാണാം. സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM നേതാക്കളും ഒരുപക്ഷെ പലരും പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.